നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നേ നാടൻ രുചിയിലൊരു ഉള്ളിക്കറി തയ്യാറാക്കിയല്ലോ. അപ്പോൾ ഉള്ളിക്കറി തയ്യാറാക്കാൻ ആവശ്യമായ പൊടികൾ നോക്കാം. മുളക് പൊടി ആദ്യം എടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം ഗരം മസാല പൊടി, ഒരു എരിവ് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പൊടികൾ ഇത്രയും മതി. ഇനി വേണ്ട സാധനങ്ങൾ ഒരു 3-4 സവാള അരിഞ്ഞത്, കറിവേപ്പില, തക്കാളി. ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പച്ചമുളക് എടുക്കാമേ. പിന്നെ എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതിനകത്തേക്ക് സവാളയും തക്കാളിയും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പം ചിലരാണെങ്കിൽ ആദ്യം ഉള്ളി ഇട്ട് അതൊന്ന് വഴണ്ടതിന് ശേഷം മാത്രം തക്കാളി ഇടുന്നതുണ്ട്. ഞാൻ പക്ഷേ ഇത് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് വിതറി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂടിയുടെ അടപ്പെടുത്തൊന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് നേരം ചെറു തീയിലൊന്ന് ഇട്ടിട്ട് നല്ല രീതിയിൽ ആവിയിലൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഉടഞ്ഞു വരും കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, നമ്മുടെ സവാള ആയിക്കോട്ടെ, ചെറിയ ഉള്ളി ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും നല്ല രീതിയിൽ വഴണ്ട് നല്ല കുഴയുന്ന രൂപത്തിലാവണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മളത് ഏത് തരം കറിക്ക് വെച്ചാലും നല്ല രുചി നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളേ. അപ്പോൾ ദാണ്ടെ ചെറിയ തീയിലിട്ട് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെയും ഞാനൊരു 5 മിനിറ്റത്തേക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 ഒരു 10 മിനിറ്റത്തേക്കാണ് ഞാനിവിടെ മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചേക്കുന്നത്. അപ്പോൾ അത് ആവിയിൽ വേവിച്ചതിന് ശേഷം താണ്ടെ ഈ ഒരു പരുവത്തിൽ എണ്ണയെല്ലാം തെളിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളും കൂടി ഇട്ട് പൊടികളുടെ പച്ച മണം നല്ല രീതിയിൽ മാറുന്നൊരു പരുവം നമുക്കറിയാമല്ലോ. ആ രീതിക്കൊന്ന് ആവണം കേട്ടോ. നല്ല വഴണ്ട് വരണം. പൊടികൾ നല്ല രീതിയിൽ ഉള്ളിലൊന്ന് പിടിച്ച് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളേ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ അത്രയും നല്ലത്. അപ്പം ഞാനിവിടെ തക്കാലം ഒഴിക്കുന്നത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കറിയിലെ ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ സവാള സാധനങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം വേണമെന്നൊരു ശകലം കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി. ഇപ്പോഴും ഞാൻ ചെറിയ തീയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി ഇറക്കാറായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മുട്ടക്കറിയായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാവിലത്തെ ദോശയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഉള്ളിക്കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി രുചിയുള്ളൊരു ഉള്ളിക്കറിയാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഉള്ളിക്കറി. അപ്പോൾ നല്ല ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഉള്ളിക്കറിയുടെ അതേ രുചി തന്നെയാണ് ഈ ഉള്ളിക്കറിക്കും. കാരണം നല്ല ഉള്ളി അതുപോലെ വഴണ്ട് ആ ഒരു പരുവായതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.